നേരെ ജമ്മു കാശ്മീരിലേക്കാണ് പോകുന്നത്. അവിടെ ഇസ്ലാമിക ഭീകര സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടന്നിരിക്കുകയാണ്. സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായിട്ടാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്രങ്ങളിൽ റെയ്ഡും പരിശോധനയും നടത്തുന്നത്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ജിഷ്ണു, ഈ 2019 ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ ഒഴിവാക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം കേന്ദ്ര സർക്കാർ നിരോധിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. കാരണം ലോകത്തെല്ലായിടത്തും തന്നെ, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ വേരുകൾ രൂപപ്പെടുത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗദൂദിയുടെ ആശയങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഈ പരിശോധനയുടെ അടിസ്ഥാനം എന്താണ് ജിഷ്ണു? ഗൗതം, ഭീകരവാദ ഫണ്ടിങ്ങും ഭീകരവാദ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് ജമ്മുകശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഏജൻസികളും ഒപ്പം ജമ്മുകശ്മീർ പോലീസും സംയുക്തമായി പരിശോധന നടത്തുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ മാസം തന്നെ നവംബർ 12, 13 തീയതികളിൽ ജമ്മുകശ്മീരിൽ 50-ലധികം ഇടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ സമാനമായിട്ടുള്ള പരിശോധന നടത്തിയിരുന്നു. അതിൽ നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു, ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തിരുന്നു. ഇതിൽ നിന്ന് ലഭിച്ച കൂടുതൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിലെ പരിശോധന എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നിലവിലേതെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടില്ല. റെയ്ഡിനെ സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഷോപ്പിയാൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസുകൾ, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളുടെ വീടും ഓഫീസും ഉൾപ്പെടെയുള്ള മേഖലകളിലാണ്, തുടങ്ങിയിട്ടുള്ള കേന്ദ്രങ്ങളിലാണ് ഇന്ന് രാവിലെ മുതൽ ഒരു മിന്നൽ പരിശോധന കേന്ദ്ര ഏജൻസികളും സംസ്ഥാന പോലീസും ജമ്മു കാശ്മീർ പോലീസും ചേർന്ന് നടത്തുന്നത്. 2019 ജമ്മു കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 2024 ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം 5 വർഷത്തേക്ക് കൂടി നീട്ടുകയും ചെയ്തിട്ടുണ്ട്. കശ്മീർ താഴ്വരയിൽ ഭീകരവാദത്തിന് പണം സമാഹരിക്കുകയും യുവാക്കളെ റിക്രൂട്ട് ചെയ്തതും ഉൾപ്പെടെ നിരവധി കേസുകൾ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾക്കെതിരെയും ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയ്ക്കെതിരെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. നിലവിലുള്ള അന്വേഷണം ഭീകരവാദ ഫണ്ടിങ്ങും റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിലാണ് എന്നാണ് നിഗമനം. ഒപ്പം മുൻപ് നടന്നിട്ടുള്ള റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നും ബാങ്ക് അക്കൗണ്ടുകൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ നേരത്തെ നടത്തിയിട്ടുള്ള വിനിമയം, 2019 അതിനു മുൻപുമെല്ലാം നടത്തിയിട്ടുള്ള വിനിമയവുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിരുന്നു. കാരണം നിരവധി ട്രസ്റ്റുകളുടെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി പണം ശേഖരിക്കുകയും അത് ജമ്മു കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളതും കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നിലവിൽ പരിശോധന നടക്കുന്നത്. കൂടാതെ കശ്മീരിൽ വീണ്ടും ഭീകരവാദ റിക്രൂട്ട്മെൻറ്റിനും ഒപ്പം ഭീകര പ്രവർത്തനങ്ങൾക്കും സ്ഫോടനം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങൾക്കും പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകൾ ആസൂത്രണം ചെയ്യുന്നു എന്ന റിപ്പോർട്ട് ഇൻ്റലിജൻസ് ബ്യൂറോ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളും ഇടപെടലുകളും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ എന്ന പരിശോധന കൂടിയാണ് കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത്. ഗൗതം.